രാഹുൽ ഗാന്ധി അടുത്ത ബോംബുമായി വന്നു. അതും ബീഹാറിലാണ് പൊട്ടിച്ചിരിക്കുന്നത്. ഹരിയാനയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റിനെ സംബന്ധിച്ചും രാഹുൽ ഗാന്ധി വലിയ അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ത്രീ, ഒരു വനിത 223 സ്ഥലത്ത് വോട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയും. പക്ഷേ അതിലൊരു എക്സാജറേഷൻ നമുക്ക് തോന്നാം കേൾക്കുന്ന ആളിന്. ഒരു ദിവസം അല്ലെങ്കിൽ ഒരാൾ പോയി 223 സ്ഥലത്ത് വോട്ട് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളൊരു എക്സാജറേഷൻ തോന്നാം. രണ്ടാമതൊരു കാര്യം വന്നിട്ടുള്ളത്, ഒരു ബ്രസീലിയൻ മോഡൽ ലാരിസ്റ്റ എന്ന് പറയുന്ന ഒരു വനിത ഒരു ആക്ഷേപവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരിവിടെ എൻ്റെ പഴയ ഫോട്ടോ ഉപയോഗിച്ച് ഇന്ത്യക്കാരെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ്, വോട്ട് ചോരി ആരോപണത്തിൽ ഞാൻ അതിനകത്തൊന്നും കക്ഷിയല്ല എന്ന് ഈ ലാരിസ്റ്റ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡേറ്റ ക്രോസ് ചെക്കിംഗ് രാഹുൽ ഗാന്ധി നടത്തേണ്ടതുണ്ട്. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം താങ്കൾ ഭാവിയിൽ കോൺഗ്രസിന് നിന്ന് എന്തെങ്കിലും ഒരു അധികാരം കിട്ടുകയാണെങ്കിൽ താങ്കൾ പ്രധാനമന്ത്രി കാൻഡിഡേറ്റായിട്ട് നിൽക്കാൻ കൺസിഡർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ താങ്കൾ പ്രധാനമന്ത്രിയുടെ സ്ഥാനാർത്ഥിയായി വരുന്ന ഒരു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും ഗൗരവമായി ഇത് ചിന്തിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം താങ്കൾ കൊണ്ടുവരുന്ന വിഷയങ്ങൾ വളരെ പ്രധാനമാണ്. ഇപ്പോൾ കേരളത്തിൽ SIR നടക്കുന്നുണ്ട്. SIRനെ സംബന്ധിച്ച് വലിയ ആക്ഷേപങ്ങളാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത്. സർവകക്ഷി യോഗം വിളിച്ചു മുഖ്യമന്ത്രി. ഇനി കേരളം കേസിന് പോവുകയാണ്. ബംഗാളിലാണെങ്കിൽ വലിയ സമരമാണ് നടക്കുന്നത്, തെരുവിലാണ് സമരം നടക്കുന്നത്. മമതാ ബാനർജി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് തെരുവിൽ വലിയ സമരം നടക്കുന്നു. ഒരാളെപ്പോലും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, നേരത്തെയുള്ള ലിസ്റ്റിൽ നിന്നൊക്കെ പറഞ്ഞ് മമതാ ബാനർജി നിൽക്കുന്നു. എന്നാൽ ബംഗാളിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ ഒരു സാമീപ്യം ബംഗാളിൽ വളരെ വലുതാണ്. ആസാം, ത്രിപുര, ബംഗാൾ തുടങ്ങിയ മേഘാലയ, അങ്ങനെ തുടങ്ങിയ ആ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, വടക്ക് കിഴക്കൻ ബെൽറ്റ് മുഴുവൻ, ബംഗാൾ ഉൾപ്പെടെയുള്ള ബെൽറ്റ് മുഴുവൻ വേണമെങ്കിൽ ബംഗ്ലാദേശികൾക്ക് കയറാൻ പറ്റുന്നത് ഒരുപാട് ആളുകൾ വന്നിട്ടുള്ളതുമാണ്. പക്ഷെ അത് ബംഗ്ലാദേശികൾ വല്ലാത്ത രീതിയിൽ നുഴഞ്ഞു കയറിയിട്ടുള്ള കിഴക്കൻ ബംഗാളിൻ്റെ തീരങ്ങളിലൊക്കെ പ്രദേശങ്ങളിലൊക്കെ അങ്ങനെ നുഴഞ്ഞു കയറിയിട്ടുള്ളവരെയും കൂടി വച്ചുകൊണ്ടാണ് മമതാ ബാനർജി വോട്ട് പിടിക്കുന്നതെന്നും അതുകൊണ്ട് അവരെ ഒഴിവാക്കുമെന്ന് തന്നെയാണ്, പൗരത്വമില്ലാത്തവരെ ഒഴിവാക്കുമെന്നാണ് അമിത്ഷാ വളരെ നിശ്ചയദാർഢ്യത്തോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ഇലക്ഷൻ കമ്മീഷൻ ശക്തമായി പിടിച്ചു കഴിഞ്ഞാൽ ബംഗാളിൽ വലിയ പ്രതിസന്ധി വരും. അതുകൊണ്ടാണ് മമതാ ബാനർജി പുറത്തിറങ്ങി സമരം ചെയ്യുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടിരുന്ന മറ്റു ചില വിഷയങ്ങളുണ്ട്. കഴിഞ്ഞ ജൂൺ 2-ന് ബീഹാറിൽ 65 ലക്ഷം പേർക്ക് വോട്ടിൽ നിന്ന് പുറത്തായി. 45 ലക്ഷം പേര്, 44 ലക്ഷം പേര് വീണ്ടും പുറത്തായി, 21 ലക്ഷത്തിനകത്ത് കയറി. അപ്പോൾ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് അർഹമായവർക്ക് വോട്ട് കിട്ടിയില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഇത് അനർഹർ വോട്ടർ ലിസ്റ്റിൽ കയറി പറ്റുന്നു. അതൊരു വലിയ പുതിയ പ്രതിഭാസമാണ്. അനർഹരായിട്ടുള്ള ആളുകൾ കയറി പറ്റും. ഇതിനിടയിലാണ് നമ്മുടെ ബി ഗോപാലകൃഷ്ണൻ, കേരളത്തിലെ BJPയുടെ ഒരു വക്താവായിട്ടുള്ള ബി ഗോപാലകൃഷ്ണൻ ഒരു പ്രസ്താവന നടത്തി. ഞങ്ങൾ വേണമെങ്കിൽ കാശ്മീരിൽ നിന്ന് വേണമെങ്കിൽ 1 വർഷത്തേക്ക് ആളെ കൊണ്ടുവന്ന് കേരളത്തിൽ താമസിപ്പിച്ചിട്ട് അവർക്ക് ഞങ്ങൾ വോട്ട് വാങ്ങും. കാരണം 3 മാസത്തിനപ്പുറം ഒരു സ്ഥലത്ത് ഒരു ഫാമിലി താമസിക്കാൻ, ഒരാൾ താമസിക്കാൻ അദ്ദേഹത്തിന് വോട്ട് ചേർക്കാം ആ പ്രദേശത്ത്. അത് ഈ നിയമമൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവരവിടെ പോയി ചേർക്കട്ടെ. 3 മാസത്തേക്കോ 2 മാസത്തേക്കോ 6 മാസത്തേക്കോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിച്ച് അവിടെ വോട്ട് ചേർത്ത് ഇവിടെ ഇങ്ങനെ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അതിനകത്ത്. പക്ഷേ ഗോപാലകൃഷ്ണൻ ഇത് പറഞ്ഞപ്പോൾ ഏഷ്യാനെറ്റ് അടക്കമുള്ള എല്ലാ ചാനലുകളും വലിയ വിവാദമായി. അതിന് ശങ്കുറ്റിദാസൊക്കെ വന്ന് വലുതായിട്ട് പ്രതിരോധിക്കുന്ന കണ്ടു. നിയമം അതല്ലേ, എവിടെയെങ്കിലും പോയി താമസിച്ചാൽ 1 വർഷം താമസിച്ചാൽ വോട്ട് ചേർത്തുകൂടെ, അതിൽ തെറ്റുണ്ടോ എന്നൊക്കെ ചോദിച്ച് വലിയ തർക്കമാണ്. പക്ഷേ ഞങ്ങൾ പർപ്പസ് ആയിട്ട് തീർക്കും, അങ്ങനെ ചെയ്താൽ തെറ്റുണ്ടോ എന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നു. ഇപ്പൊ ഇതെല്ലാം വോട്ട് പിടുത്തത്തിന്റെ കള്ളരാഷ്ട്രീയത്തിന്റെ നാണയങ്ങളാണ്. അങ്ങനെ പോകേണ്ട കാര്യമില്ല. അർഹനായവർക്ക് അർഹമായ സ്ഥലത്ത് അർഹതയുള്ള രീതിയിൽ വോട്ട് ചെയ്യട്ടെ. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിൽ 100 കോടിയിൽ പരം ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. 18 വയസ്സ് കഴിഞ്ഞ് 100 കോടിയിൽ പരം വരുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാൻ അവകാശമുള്ള അവർക്ക് ഒരേ സ്ഥലത്ത് ഒരേ ഒരു വോട്ട് മാത്രമേ അനുവദിക്കാൻ പാടുള്ളൂ. ഇത് സംഭവിക്കുന്നത് പല സ്ഥലങ്ങളിൽ വോട്ട് ജയിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് 10,000, 1,000, 2,000 വോട്ടിനാണ് കുറവ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ള ഒരു പാർട്ടി തോറ്റതെങ്കിൽ ആ 2,000 പേരെ മറ്റൊരു മണ്ഡലത്തിൽ നിന്നോ മറ്റൊരു സ്റ്റേറ്റിൽ നിന്നോ കൊണ്ടുവന്ന് കുറച്ചു കാലത്തേക്ക് താമസിപ്പിച്ച് അല്ലെങ്കിൽ ബന്ധുക്കളെ വീട്ടിൽ കൊണ്ട് നിർത്തി ഇവിടെ വോട്ടേഴ്സിൽ ചേർത്ത് വോട്ട് സമയമാകുമ്പോൾ വന്ന് വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന, അതൊക്കെ ഒരു ജനാധിപത്യത്തിന്റെ വല്ലാത്തൊരു വൈരുദ്ധ്യമാണ്. അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ജനിച്ച സ്ഥലങ്ങളിൽ പരമാവധി അവിടെ ജോലി ചെയ്യട്ടെ, വോട്ട് ചെയ്യട്ടെ, അല്ലെങ്കിൽ ജോലി എടുക്കുന്ന സ്ഥലത്ത് വോട്ട് ചെയ്യട്ടെ, അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്ത് വോട്ട് ചെയ്യട്ടെ. ഇതിനപ്പുറം ഈ വോട്ടിന് വേണ്ടി ഓടി നടക്കുന്നതും വോട്ട് ഒരിടത്ത് ജനിച്ച് മറ്റൊരു സ്ഥലത്ത് പോയി താൽക്കാലികമായി താമസിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാകുന്നതും, അത് മതപരമായ കുറെ ആളുകളും കുറെ ജാതിക്കാരുമാണ് ഒഴിവാകുന്നതെന്ന് പറയുന്നതും ഒക്കെ വളരെ ഗുരുതരമായ ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ 100 കോടി ആളുകൾ, 800 കോടി ലോക ജനസംഖ്യയിലെ 8-1 വരുന്ന 100 കോടി ആളുകൾ ഒരേ സമയം
ഇന്ത്യൻ പാർലമെന്റിലേക്ക് പ്രധാനമന്ത്രി അടക്കമുള്ള മന്ത്രിമാരെയും എം പിമാരെയും ഒക്കെ തെരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതുപോലെ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് 10-30ഓളം വരുന്ന സ്റ്റേറ്റുകളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമൊക്കെ ആവശ്യമായ ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെ വോട്ട് ചെയ്യാൻ ജനങ്ങൾക്ക് അവസരം കിട്ടുന്നു. പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ, സഹകരണ സംഘം മുതൽ മുകളിലോട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ജനാധിപത്യ ബോഡിയിൽ എവിടെ ജനങ്ങൾ കൂടുന്നുവോ ആ ജനാധിപത്യ ബോഡികളിലൊക്കെ വോട്ട് ചെയ്യാനുള്ള പൗരന്റെ ഏറ്റവും വലിയ അവകാശം ഉണ്ട്. പക്ഷെ അത് സംരക്ഷിക്കപ്പെടണമെന്ന് പറയുമ്പോൾ കള്ളവോത്തും ബൂത്തുപിടുത്തവും ഇരട്ടിപ്പുള്ള വോട്ടിന്റെ ഇരട്ടിപ്പും ഇല്ലാത്ത ആളുകൾക്ക് വോട്ട് കൊടുക്കലും മരിച്ചവരെ പേരിൽ വോട്ട് ചെയ്യലും തുടങ്ങി വലിയ ഗുരുതരമായ പ്രതിസന്ധിയാണ് വരുന്നത്. ഈ പ്രതിസന്ധിയെ ഇല്ലാതാക്കുന്നതിന് രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ വലിയൊരു രീതിയിൽ സഹായമാകുമെങ്കിൽ രാഹുൽ ഗാന്ധി നിങ്ങൾ ചെയ്യുന്നത് ഒരു ഗ്രേറ്റ് പ്രവർത്തനമാണ്, നല്ല പ്രവർത്തനമാണ്. ഇലക്ഷൻ കമ്മീഷനും ഇപ്പോൾ മുൻമുലയിൽ നിൽക്കുകയാണ്. 3 പ്രാവശ്യമായി താങ്കൾ ഇങ്ങനെ ഈ വിഷയങ്ങൾ പുറത്തു കൊണ്ടുവന്നു. ബീഹാറിലെ വിഷയങ്ങൾ താങ്കൾ ഒരു ബോംബാണെന്ന് പറഞ്ഞ് പുറത്തു കൊണ്ടുവന്നു. അല്ലാതെ രണ്ടാമത്തെ താങ്കൾ ഒരു പത്രസമ്മേളനം നടത്തി പുറത്തു, ആദ്യത്തെ പവർ പോയിന്റ് പ്രസന്റേഷനൊക്കെ ആയിരുന്നു, രണ്ടാമത്തെ പത്രസമ്മേളനം നടത്തി പുറത്തു കൊണ്ടുവന്നു. ഇപ്പൊ ഇന്നലെ ഹരിയാനയിലെ വിഷയം കൊണ്ടുവന്നു. പക്ഷേ താങ്കൾക്ക് ചില ഡേറ്റയിൽ, ബേസിക് ഡേറ്റയിൽ ചില വിഷയങ്ങളുണ്ട്. ഫോട്ടോകൾ ഷെയ്ഡി ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായി കാണാൻ പറ്റാത്ത ഫോട്ടോ വെച്ചിട്ട് അത് ഇന്നയാളാണ് മറ്റാളാണെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഈ ബ്രസീലുകാരി ഇതിനകത്ത് വന്ന് വെട്ടുപോയത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡേറ്റ, ഫാൾസ് ഡേറ്റ അല്ലെങ്കിൽ ഫേക്ക് ഡേറ്റ ഒഴിവാക്കി നല്ല ഡേറ്റ വെച്ചുകൊണ്ടുള്ള കൃത്യമായ ഫൈറ്റ് അല്ലെങ്കിൽ ഒരു ആക്രമണം നടത്തേണ്ടതുണ്ട്. അതിലൂടെ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനും ശുദ്ധീകരിക്കപ്പെടണം, ഇലക്ഷൻ പ്രക്രിയയെ ശുദ്ധീകരിക്കണം. കാരണം ഇവിടെ മരിച്ചവർക്ക് വോട്ട് കൊടുക്കണ്ട, തർക്കമില്ല. ഇരട്ടിപ്പുള്ളവർക്ക് വോട്ട് ഒന്നാക്കി കൊടുക്കാം, തർക്കമില്ല. പൗരത്വമില്ലാത്തവർക്ക് വോട്ട് കൊടുക്കണ്ട, ഇതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷെ പൗരത്വമുള്ള ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അവരേതെങ്കിലും ജാതിയിലോ മതത്തിലോ വർഗത്തിലോ വർണ്ണത്തിലോ സമ്പന്നതയിലോ ഒക്കെ പെട്ടുപോയി എന്ന് വിചാരിച്ചോ, സ്ഥലത്തില്ലെന്ന് വിചാരിച്ചോ, മറ്റു സ്ഥലത്ത് ജോലി ചെയ്യുന്നു പഠിക്കുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് അവർക്ക് വോട്ടില്ലാതെ പോകുന്നത് ഒരു സുഖകരമായ കാര്യമല്ല. അതുകൊണ്ട് ഇന്ത്യൻ ഇലക്ഷൻ സിസ്റ്റത്തിൽ കൃത്യമായ ശുദ്ധീകരണം നടക്കേണ്ടതുണ്ട്. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് വലിയ വ്യാപകമായ ആക്ഷേപമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. പക്ഷെ പിന്നെ അപ്പോഴും ഒരു ചോദ്യമുണ്ട്. ഈ 223 പേർക്ക് ഒരു സ്ത്രീ വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഈ 223 പേർക്ക് ചെയ്ത വോട്ടും BJPക്കാണോ ചെയ്തത് അല്ലെങ്കിൽ അവിടുത്തെ ഭരണകക്ഷിക്കാണോ ചെയ്തതെന്നൊരു ചോദ്യമുണ്ട്. കോൺഗ്രസിനും ചെയ്യാമല്ലോ, അല്ലെങ്കിൽ മറ്റു കക്ഷികൾക്കും ചെയ്യാമല്ലോ. അങ്ങനത്തെ വളരെ സങ്കീർണമാണ് ഈ വിഷയം. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരാൾ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ കുറെ കൂടി കൃത്യമായ ഹോംവർക്ക്, ഇപ്പം ചെയ്തത് തെറ്റാണെന്നല്ല, ഒരു വിഷയത്തെ സംബന്ധിച്ച് സമൂഹത്തിന്റെ മുന്നിൽ വിഷയങ്ങൾ വെക്കുമ്പോൾ ഈ അബദ്ധങ്ങളൊക്കെ വരും, ഈ കുറവുകൾ വരും. പക്ഷെ അതെല്ലാം കൂടി കറക്റ്റ് ചെയ്തുകൊണ്ട് വളരെ പക്ക ഡേറ്റ വെച്ചുകൊണ്ട് പക്ക ഡേറ്റാബേസിന്റെ പുറത്ത്, നല്ല ഡേറ്റാബേസിന്റെ പുറത്തുള്ളൊരു ഫൈറ്റ് നടക്കട്ടെ. അതിലൂടെ ഇന്ത്യയിൽ ഭാവിയിൽ പ്രധാനമന്ത്രി വരെ ആകാൻ സാധ്യതയുള്ള രാഹുൽ ഗാന്ധിക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഉടനെ നാളെ ആകുമെന്നുള്ളതല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിയും എന്തെങ്കിലും അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും രാഹുൽ ഗാന്ധി ഒരു പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആണല്ലോ. ആ നിലയിൽ നിൽക്കുന്ന രാജ്യത്ത് തീർച്ചയായിട്ടും കുറെ കൂടി പക്വതയോട് കൂടിയിട്ടുള്ള ഡേറ്റാബേസ് കൊണ്ടുവന്നുകൊണ്ടുള്ള സംവിധാനം നടക്കട്ടെ. ഇതിന് ഗവൺമെന്റും അന്വേഷണ കമ്മീഷനെയൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് ആവശ്യമായ സഹായം കൊടുക്കണം. നിർദ്ദേശം കൊടുക്കാൻ കഴിയില്ല, ഡയറക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്ര ബോഡി, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, അത് സർവതന്ത്ര സ്വതന്ത്രമായ ഒരു ബോഡിയാണ്. അപ്പോൾ അതിനെ അങ്ങനെ കയറി ഡയറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ സഹായിക്കാം, അല്ലെങ്കിൽ സഹായം അഭ്യർത്ഥിക്കാം ബോർഡിന്, ഈ കമ്മീഷന് ഗവൺമെന്റുകളുടെ സഹായം അഭ്യർത്ഥിക്കാം. കാരണം ഗവൺമെന്റിന്റെ സംവിധാനത്തിൽ നിന്നാണ് കമ്മീഷന് പ്രവർത്തിക്കുന്നത്, അവർക്ക് സ്വന്തമായി വേറെ സ്റ്റാഫൊന്നുമില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ വളരെ മനോഹരമായൊരു ഇലക്ഷൻ ശുദ്ധീകരണം നടക്കട്ടെ. രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അങ്ങ് കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തിൽ വരിക, കർമ്മനിരതനുമാവുക.